Greetings to you all in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഇന്ന് ലോകമെമ്പാടും ജനങ്ങൾ പെസഹ അനുസ്മരിക്കുകയാണല്ലോ. പെസഹ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് അഥവാ പാസ് ഓവർ എന്നാണ്. എബ്രായ ഭാഷയിൽ ഈ വാക്ക് പെസാഹ് എന്നാണ്. എന്തിനാണ് ഇവിടെ ഗ്രീക്ക് ഭാഷയും എബ്രായ ഭാഷയും ഒക്കെ പറയുന്നത്? കാരണം ഈ വാക്കുകൾ മലയാള വാക്ക് അല്ലാത്തത് കൊണ്ട്. വിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലം ഇസ്രായേലാണ്. ഇസ്രായേലരുടെ ഭാഷയാണ് ഹീബ്രു. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമം അഥവാ ഓൾഡ് ടെസ്റ്റമെൻറ്റ് എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. അതുപോലെ ന്യൂ ടെസ്റ്റമെൻറ്റ് ആയ പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലുമാണ്. ഈ രണ്ട് ഭാഷകളിൽ നിന്നുമാണ് ഇന്ന് ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും ഈ വിശുദ്ധ ഗ്രന്ഥം ഭാഷാന്തരം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാസ് ഓവർ അഥവാ പെസഹ ഒരു സംഭവമാണ്, ഒരു വലിയ സംഭവം. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിനും മുമ്പ് 13-ാം നൂറ്റാണ്ടിൽ അഥവാ 13th century BCE അന്ന് ഈജിപ്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ പെസഹ. അന്ന് ഇസ്രായേൽ ജനത അവിടെ അടിമകളായിരുന്നു. ഈജിപ്തിലെ ഫറവോൻ രാജാവ് അവരെ അടിമകളാക്കി അടിമവേല ചെയ്യിക്കുകയായിരുന്നു. അവരുടെ കഷ്ടത കണ്ട് മനസ്സലിഞ്ഞ ദൈവം അവരെ വിടുവിക്കുവാൻ മോശയെ നിയോഗിക്കുന്നു. മോശ ഫറവോൻ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, തൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ അവരുടെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന്. പക്ഷേ ഫറവോൻ കൂട്ടാക്കിയില്ല. ദൈവം ഒന്നിനു പുറകെ ഒന്നായി 10 ബാധകൾ അവിടെ അയച്ചു. 9 ബാധകൾ അയച്ചിട്ടും ഫറവോൻ തൻ്റെ മനസ്സ് കഠിനപ്പെടുത്തുകയല്ലാതെ ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചില്ല. ഒടുവിൽ 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം അവിടെ നടത്തി. അതായത് ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ, ആദ്യജാതന്മാർ, അതിനെ സംഹരിക്കുവാൻ സംഹാരദൂതനെ ദൈവം അയച്ചു. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലരുടെ ഭവനങ്ങളിൽ ആ സംഹാരദൂതൻ കയറാതെ അവരുടെ ആടുമാടുകളിലെ കടിഞ്ഞൂലുകളെയോ മനുഷ്യരുടെ കടിഞ്ഞൂലുകളെയോ സംഹാരദൂതൻ നശിപ്പിക്കാതെ ഇരിക്കുവാൻ ദൈവം ഇസ്രായേലിനോടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തം നിങ്ങളുടെ വീടുകളുടെ കട്ടിളമേലും കുറുമ്പടി 2ന്മേലും പുരട്ടണമെന്ന് അവരങ്ങനെ ചെയ്തു. സംഹാരദൂതൻ ഈജിപ്തിൽ ഇറങ്ങിയപ്പോൾ ഈ ഇസ്രായേലരുടെ വീടുകളിൽ ആ രക്തം കണ്ടിട്ട് അവരെ സംഹരിക്കാതെ കടന്നുപോയി. പാസ് ഓവർ, അതിനാണ് പെസഹ എന്ന് പറയുന്നത്. ഇതൊരു ആചാരമായി അന്ന് അതിനെ ആടിൻ്റെ മാംസമൊക്കെ അവർ ഭക്ഷിക്കുകയും പല കാര്യങ്ങളും ഉത്സവമായിട്ട് അവർ ആചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെയും പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ദൈവം ഈ ഇസ്രായേലരോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട ആ ദൈവത്തെ നിങ്ങൾ അനുസ്മരിക്കണം. എന്താണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്? നിങ്ങളെ രക്ഷിച്ചില്ലേ? നിങ്ങൾ ആരും നശിച്ചു പോകാതെ നിങ്ങളെ വിടുവിച്ചില്ലേ? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങളെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചു. നിങ്ങൾ അക്കാര്യം ഓർക്കണം. തലമുറ തലമുറയായി നിങ്ങളത് അനുസ്മരിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളോടും അവരുടെ മക്കളോടും അങ്ങനെ തലമുറ തലമുറയായി ദൈവത്തിൻ്റെ പ്രവർത്തികൾ മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം.
അതിനുവേണ്ടിയാണ് അവർ പെസഹ ആചരിച്ചിരുന്നത്. എന്നാൽ അന്ന് ശാരീരികമായ ഒരു രക്ഷയാണ് അവർക്ക് ലഭിച്ചത് എങ്കിൽ ആ പെസഹ വരാനിരിക്കുന്ന ഒരു വലിയ ബലിയുടെ മുൻകുറിയായിരുന്നു. അതായത് യേശു ക്രിസ്തു കാൽവറിയിൽ മാനവജാതിയുടെ രക്ഷയ്ക്കായി, അവരുടെ ആത്മരക്ഷയ്ക്കായി യാഗമാകുവാൻ പോകുന്നു. കാരണം മനുഷ്യൻ എന്നത് ആത്മാവാണ്. ആത്മാവ് വസിക്കുന്ന ചെണ്ടുകളാണ് മനുഷ്യ ശരീരങ്ങൾ. അപ്പോൾ ആത്മാവിനാണ് കൂടുതൽ വില. ആത്മാവിൻ്റെ മരണം അത് നിത്യമരണമാണ്. ആത്മമരണം മനുഷ്യരിൽ നിന്ന് മാറ്റിക്കളയുവാനാണ്, അവരെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയത് പാപമാണ്. ആ പാപം മാറുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തെ സമീപിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സമീപിക്കുവാൻ വയ്യാതെ, അതിന് കഴിയാതെ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത് അവൻ്റെ പാപമാണ്. അപ്പോൾ മാനവജാതിയുടെ പാപം പരിഹരിക്കുവാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അവൻ കാൽവറിയിൽ യാഗമായി. അങ്ങനെ യേശു ക്രിസ്തു തൻ്റെ കഷ്ടാനുഭവത്തിനും ക്രൂശീകരണത്തിനും മുമ്പായി തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ഈ പെസഹ ഭക്ഷിച്ചു. കാരണം അവരും യഹൂദന്മാരാണല്ലോ. തലമുറയായി അവർ ആചരിച്ചു വന്നിരുന്ന ആ കാര്യം യേശു ക്രിസ്തു തൻ്റെ അന്ത്യ അത്താഴമായി അവർ ഒരുമിച്ച് ഭക്ഷിച്ചു. അവിടെ മറ്റൊരു കാര്യം കൂടെ യേശു ചെയ്തു. അത്താഴത്തിന് ശേഷം യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. അതുപോലെ വീഞ്ഞെടുത്ത് ആ പാനപാത്രം എടുത്ത് അവർക്ക് കൊടുത്തു പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവീൻ, ഇത് എൻ്റെ രക്തമാകുന്നു. എന്തിനാണ് യേശു ആ കാര്യം പറഞ്ഞത്? മനുഷ്യർക്ക് വിചിത്രമായി തോന്നാവുന്ന, അല്ലെങ്കിൽ ഒട്ടും ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ഇക്കാര്യം, ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ഈ കാര്യം എന്തിനാണ് യേശു പറഞ്ഞത്? യേശു പിറ്റേ ദിവസം കുരിശിൽ തറയ്ക്കപ്പെടുവാൻ പോവുകയാണ്. ക്രൂശീകരണത്തിൻ്റെ തലേ രാത്രിയിലാണ് ഈ പെസഹ ആചരിക്കുന്നത്. ശിഷ്യന്മാരുമൊത്തുള്ള കൂട്ടായ്മ തലേ രാത്രിയിലാണ്. പിറ്റേ ദിവസം പറയുവാൻ പറ്റില്ലല്ലോ, അതിന് നേരത്തെ പറയുകയാണ്. ശിഷ്യന്മാർ അത് കേട്ടു. യേശു അവിടെ പറഞ്ഞ അക്കാര്യം വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നത് വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിലാണ്, 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ. സമയമായപ്പോൾ യേശു അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. യേശു അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ഛയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. യേശു ശിഷ്യന്മാർക്ക് തൻ്റെ ശരീരവും തൻ്റെ രക്തവും പങ്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം പിറ്റേ ദിവസം താൻ ക്രൂശിൽ തകർക്കപ്പെടുവാൻ പോകുകയാണ്. തൻ്റെ തകർക്കപ്പെട്ട ശരീരമാണ് ഇവിടെ അപ്പമായിട്ട് നുറുക്കി അവർക്ക് കൊടുത്തത്. തന്നെ അവർക്ക് ഏൽപ്പിക്കുകയാണ് യേശു ചെയ്തത്.
തൻ്റെ ശരീരവും രക്തവും മുഴുവനായി തൻ്റെ ശിഷ്യന്മാരുമായി ഏകീഭവിച്ച് ഇത്രമാത്രം സ്നേഹമാണ് യേശു പ്രദർശിപ്പിച്ചത്. നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നത് പോലെ ആ ദൈവം നമുക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയാണ്. അതിൻ്റെ പ്രതീകമായിട്ടാണ് യേശു അത് ചെയ്തത്. ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഏകീഭാവം, അതാണ് ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം അതാണ് ചെയ്തത്. വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ശിഷ്യഗണങ്ങൾ അവിടെ ആയിരുന്നത്. തങ്ങളുടെ ഗുരുവിന് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നവർ ഭയപ്പെട്ടു. കാരണം 2 ദിവസം മുമ്പായിരുന്നു ഓശാനകളാൽ എതിരേൽക്കപ്പെട്ട് യേശു പട്ടണത്തിൽ പ്രവേശിച്ചത്. യെരുശലേം ദേവാലയത്തിൽ കടന്നു ചെന്ന യേശു ദേവാലയത്തിനകത്ത് കച്ചവടം നടത്തിയിരുന്ന വാണിഭക്കാരെ എല്ലാം അടിച്ച് പുറത്താക്കി ദേവാലയം ശുദ്ധീകരിച്ചു. യേശു പറഞ്ഞു, ഇത് ദേവാലയമാണ്, പ്രാർത്ഥനാലയമാണ്. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. തന്നെയുമല്ല, യേശുവിനോടൊപ്പം അന്ന് വരെ ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരുന്ന കുറേ ആളുകൾ ദേവാലയത്തിൽ പ്രവേശിച്ചു. അംഗവിഹീനർ, മുടന്തർ, കുരുടർ, നാനാവ്യാധികൾ ബാധിച്ചവർ, ഇവരെല്ലാം യേശുവിനോടൊപ്പം ദേവാലയത്തിനകത്ത് പ്രവേശിച്ചു. യേശു അവരെ എല്ലാം സൗഖ്യമാക്കി. യേശു ദേവാലയത്തിനകത്ത് പഠിപ്പിച്ചു. ഉപമകളാൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ യേശു പഠിപ്പിച്ചു. തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന പീഡാനുഭവങ്ങൾ, ക്രൂശീകരണം, തൻ്റെ മരണം, കബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം യേശു മുന്നമേ അവരോട് പറഞ്ഞു. മാത്രവുമല്ല, യെരുശലേമിന് വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ചും യേശു പറഞ്ഞു. ഇതെല്ലാം കേട്ട മതാധികാരികൾ, പരീശന്മാർ, ഇവരെല്ലാം കോപാകുലരായി. യേശുവിനെ എങ്ങനെയെങ്കിലും ഒടുക്കിക്കളയണം എന്നതായിരുന്നു അവരുടെ ചിന്ത. അവർ അതിനു വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു. ഇതിനിടയിലാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന യൂദ മതാധികാരികളോട് എഗ്രിമെൻ്റ് ചെയ്ത് പണം കൈപ്പറ്റിയത്. അങ്ങനെ വളരെ ഭീതികരമായ, ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടത്. അപ്പോഴാണ് യേശു പറയുന്നത്, അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇതെൻ്റെ ശരീരം, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. പാനപാത്രം കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇതെൻ്റെ രക്തം, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവീൻ. ഈ ശിഷ്യന്മാർ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവർ ആകെ കൺഫ്യൂസ്ഡായി. വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ശിഷ്യഗണങ്ങൾ അവിടെ ആയിരുന്നത്. തങ്ങളുടെ ഗുരുവിന് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നവർ ഭയപ്പെട്ടു. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഓശാനകളാൽ എതിരേൽക്കപ്പെട്ട് യേശു പട്ടണത്തിൽ പ്രവേശിച്ചത്. യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന യേശു അവിടെ ദേവാലയത്തിനകത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന വാണിഭക്കാരെ എല്ലാം അടിച്ച് പുറത്താക്കി ദേവാലയം ശുദ്ധീകരിച്ചു. യേശു പറഞ്ഞു, ഇത് ദേവാലയമാണ്, ഇത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. മാത്രവുമല്ല, യേശുവിനോടൊപ്പം അന്ന് വരെ ദേവാലയത്തിൽ കടക്കുവാൻ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരുന്ന ആളുകൾ ദേവാലയത്തിനകത്ത് കയറി. അംഗവിഹീനർ, മുടന്തർ, കുരുടർ, ചെകിടർ, നാനാവ്യാധികൾ ബാധിച്ചവർ, ഇവരെല്ലാം യേശുവിനോടൊപ്പം അവിടെ കയറി. യേശു അവരെല്ലാം സൗഖ്യമാക്കി. അവിടെ കൂടിയിരുന്ന പരീശന്മാർക്കും മതാധികാരികൾക്കും യേശു പട്ടണത്തിൽ കലഹമുണ്ടാക്കുന്നവനാണ്,
an angry troublemaker, an instigator of rebellion. യേശു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റെബലാണ്, ലോ ബ്രേക്കറാണ്. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചു. അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ, അവിടുത്തെ റബിമാരും പരീശന്മാരും എല്ലാം നോക്കി നിൽക്കുമ്പോൾ യേശു പഠിപ്പിക്കുകയാണ്. ഉപമകളാൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് അവിടെ കൂടിയിരുന്നവരെ പഠിപ്പിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. മാത്രവുമല്ല, തനിക്ക് യെരുശലേമിൽ സംഭവിക്കുവാൻ പോകുന്ന പീഡാനുഭവങ്ങൾ, ക്രൂശുമരണം, കബറടക്കം, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത്, ഇതെല്ലാം യേശു മുന്നമേ പറഞ്ഞു. ഇതെല്ലാം അവർ കേൾക്കുകയാണ്. യെരുശലേമിന് വരുന്ന നാശത്തെക്കുറിച്ചും യേശു സംസാരിച്ചു. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന യൂദ ആ അവസരം മുതലാക്കി മഹാപുരോഹിതന്മാരോട് എഗ്രിമെൻ്റ് ചെയ്തു, പണം കൈപ്പറ്റി. ഇങ്ങനെ ആകെക്കൂടി ഒരു ഭീതിജനകമായ അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് യേശു പറയുന്നത്, അപ്പമെടുത്ത് നുറുക്കി കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് വാങ്ങി ഭക്ഷിപ്പീനെന്ന്. അതുപോലെ വീഞ്ഞ് പാനപാത്രം കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇതെൻ്റെ രക്തം, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുക. ശിഷ്യന്മാർ എന്തു മനസ്സിലാക്കണം? അവർക്ക് വിഷമം സഹിക്കുവാൻ വയ്യ, ഭയമുണ്ട്. യേശു പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണത്തിനും ശേഷം യേശു എന്താണോ പറഞ്ഞത് അക്കാര്യം വളരെ വ്യക്തമായി ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളായി, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ തക്കവണ്ണം വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ ദൈവം തിരഞ്ഞെടുത്തത് നമുക്കറിയാം. യേശു പറഞ്ഞതിൻ്റെ പൊരുൾ ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാം. 1 Corinthians chapter 11 verses 11 to 23. എന്താണ്? Chapter 11 verses 23 to 30. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നതാണിത്, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുവാൻ തക്കവണ്ണം. വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്,
എന്താണ് യേശു വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത്? നിങ്ങളിത് ചെയ്യുക, കർത്താവ് വരുവോളം. കർത്താവ് മടങ്ങി വരുമ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താണ് പ്രഖ്യാപിക്കുന്നത്? കർത്താവ് എന്തിനു വേണ്ടി മരിച്ചു? എന്താണ് അവൻ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ചെയ്തത്? അവൻ്റെ മരണത്തെ നാം പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്, പ്രൊക്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവീനെന്ന്. അതായത് ഓരോ പ്രാവശ്യം നാം അപ്പം നുറുക്കുമ്പോഴും പാനപാത്രത്തിൽ പങ്കാളികളാകുമ്പോഴും നാം യേശുവിൻ്റെ മരണത്തെയാണ് പ്രസ്താവിക്കുന്നത്. യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചത് എന്ന് നാം ഡിക്ലെയർ ചെയ്യുകയാണ്. നാം അതൊന്നുകൂടെ റീഅഫേം ചെയ്യുകയാണ്, പ്രൊക്ലെയിം ചെയ്യുകയാണ്. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്. എൻ്റെ ശാപം നീക്കുവാനാണ്, എൻ്റെ രോഗം നീക്കുവാനാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയാക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം എത്രയോ ആൾക്കാരാണ് പാപഭാരവും പേറി നടക്കുന്നത്. കണ്ടംനേഷൻ, മനക്ലേശം, നിന്ദ, പരിഹാസം, അപമാനം, പഴി, ദുഷി, ഗിൽറ്റ് ഫീലിങ്സ്. ഇതിനൊക്കെ ഒരു പരിഹാരത്തിനായി അവർ പല മാർഗങ്ങളും അവലംബിക്കും. പക്ഷേ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും വീണ്ടും ഇതൊക്കെയും മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നാം ഒരു കാര്യം മനസ്സിലാക്കണം, പാപപരിഹാരകനായി ഈ ഭൂമിയിൽ വന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സർവ്വലോകത്തിൻ്റെയും സർവ്വപാപവും അവൻ തന്മേൽ ഏറ്റെടുത്തുകൊണ്ടാണ് ക്രൂശിന്മേൽ മരിച്ചത്. നാം അത് അനുഭവിക്കുന്നത് എപ്പോഴാണ്? ആരവനിൽ വിശ്വസിക്കുന്നുവോ, ആരാ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നുവോ അവർക്കാണ് അത് അനുഭവിക്കുവാൻ കഴിയുക. യേശുവിൻ്റെ കാൽവറി യാഗം എന്തിനായിരുന്നു എന്ന് നാം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ദിവ്യ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എത്ര വലുതായിരുന്നു എന്ന് നാം അറിയും. അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടവരാണ് കൂടുതൽ പ്രാർത്ഥനയും കൂടുതൽ നോമ്പും കൂടുതൽ ഉപവാസവുമാണ് ദൈവകൃപ നമ്മിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് വിശ്വസിക്കുന്നത്. അത് ശരിയല്ല. അത് പിശാചിൻ്റെ ഒരു കെണിയാണ്. കർത്താവ് ചെയ്തതിന് എന്തോ പോരായ്മയുണ്ട്, അതിനാൽ തങ്ങളും കൂടെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ കർമാദികൾ അവർ ചെയ്യുന്നത്. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് വിശുദ്ധ ബൈബിളിലെ സംഖ്യാപുസ്തകം 21-ാം അധ്യായം. അവിടെ നാം ഒരു സംഭവം വായിക്കുന്നു. ഇസ്രായേൽ പാളയത്തിൽ അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പിറുപിറുത്തപ്പോൾ ദൈവം അവിടെ ഒരു ബാധ അയച്ചു, അഗ്നിസർപ്പങ്ങളെ. അഗ്നിസർപ്പങ്ങൾ കടിച്ച് ധാരാളം ആളുകൾ മരിച്ചു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, മോശേ, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ ഉയർത്തി നാട്ടുക എന്ന്. മോശ അങ്ങനെ ചെയ്തു. സർപ്പത്തെ നോക്കുന്നവർ, അവർ അഗ്നിസർപ്പങ്ങൾ കടിച്ചവർ ആയാലും രക്ഷ പ്രാപിക്കും. അതായത് ആരെയെങ്കിലും അഗ്നിസർപ്പം കടിച്ചിട്ടുണ്ട് എങ്കിൽ അവർ മറ്റൊരു വഴിയും നോക്കണ്ട, മോശ ഉയർത്തിയ ആ പിച്ചള സർപ്പത്തെ നോക്കിയാൽ മാത്രം മതി, അവർ രക്ഷ പ്രാപിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ഭൂമിയുടെ മധ്യത്തിൽ ഉയർത്തിയിരിക്കുന്നത് ആ യേശു ക്രിസ്തുവിനെയാണ്. ആ യേശു ക്രിസ്തുവിനെ നോക്കുന്നവർ, അവനിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും. നമുക്ക് നമ്മുടേതായ യാതൊരു കർമാദികളോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടതായ യാതൊരു കാര്യങ്ങളോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇംപെർഫെക്റ്റാണ്. ദൈവത്തിൻ്റെ പെർഫെക്ഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതൊക്കെയും കറ പുരണ്ട തുണി പോലെയാണ്.
ദൈവം ഒരുക്കിയ വഴിയെ കൂടെ നാം സഞ്ചരിക്കണം. മാനവരാശിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വഴിയാണ് യേശുക്രിസ്തു, ഏക വഴി. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജീസസ് ബ്ലഡ് സ്പീക്സ് ഓഫ് വൺനെസ്. അതായത് യേശുവിൽ വിശ്വസിക്കുന്നവൻ യേശുവുമായി ഏകീഭവിക്കുന്നു, ഒന്നായിത്തീരുന്നു. നമ്മുടെ അവയവങ്ങൾ യേശുവിൻ്റെ അവയവങ്ങൾ ആകുന്നു. യേശുവിനെ സ്വീകരിച്ചവർ തങ്ങളുടെ ശരീരങ്ങളെ എങ്ങനെയാണ് കരുതേണ്ടത്, സൂക്ഷിക്കേണ്ടത് എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം എന്താണെന്ന്. ചാപ്റ്റർ 6 വേഴ്സസ് 15-20. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഒരാളെടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമോ? ഒരു നാളുമരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടോടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. പ്രിയ സഹോദരങ്ങളെ, ഊനമില്ലാത്ത ആ ദൈവകുഞ്ഞാടിൻ്റെ യാഗത്തെ നാം ഓർക്കണം. അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ സുരക്ഷ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പകലിൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കും. അവൻ്റെ രക്തത്താൽ ശാപങ്ങൾ പൊട്ടിമാറും, കൊടുങ്കാറ്റുകൾ ശാന്തമാകും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ഈ കർത്താവിനെ സേവിക്കും. അവൻ ചെയ്തത് നമുക്ക് ധ്യാനിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഊനമില്ലാത്ത ആ ദൈവകുഞ്ഞാടിൻ്റെ യാഗത്തെ നാം ഓർക്കണം. അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ സുരക്ഷ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പകലിൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കും. അവൻ്റെ രക്തത്താൽ ശാപങ്ങൾ പൊട്ടിമാറും, കൊടുങ്കാറ്റുകൾ ശാന്തമാകും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ഈ കർത്താവിനെ സേവിക്കും. അവൻ ചെയ്തത് നമുക്ക് ധ്യാനിക്കാം. Remembering the spotless Lamb, I'll not be bound by threads of men. I'll paint the blood above my door. As for me and my house, we serve the Lord. When evil prowls our city streets, I'll fight this fight on bended knee. I'll sing the song of saints before. As for me and my house, we serve the Lord. The plague that seeks to take my breath cannot destroy my confidence. Beneath His wings I am secure. As for me and my house, we serve the Lord. As for me and my house, we serve the Lord. Under the blood, the curse is broken. When darkness comes, chill pass over me. Now I live with hope eternal. The Lamb of God has claimed the victory.
Now I command the storm to cease, by power Christ has given me. I'll paint the blood above my door. As for me and my house, we serve the Lord. As for me and